പുത്തൻ വിദ്യാഭ്യാസ പ്രോഗ്രാം പരിചയപ്പെടുത്തുന്നു. കരിയർ ജാലകം. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്, നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ്, ഷക്കീന കോംപ്ലക്സ്, തൊടുപുഴ. നമസ്കാരം. കരിയർ ജാലകത്തിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് ഹയർ സെക്കൻഡറി പഠനവുമായി ചെറിയ ഒരു ആമുഖമാണ് നിങ്ങൾക്ക് നൽകിയത്. ഇത് നമുക്ക് അപ്പോൾ ഞാൻ വീണ്ടും സൂചിപ്പിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഒക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നല്ല. അപ്പോൾ എന്താണ് ഒക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചിട്ട് നമ്മളുടെ ഈ രണ്ടിൻ്റെയും വ്യത്യാസങ്ങളും അതിൻ്റെ ഗുണഗണങ്ങളും മറ്റും നമുക്ക് ചിന്തിക്കാം. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഒക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന വാക്ക് തന്നെ 10ാം ക്ലാസ്സിന് ശേഷമുള്ള സെക്കൻഡറിക്ക് പഠനമുള്ള ഉയർന്ന പഠനം എന്ന അർത്ഥത്തിലാണ് ഹയർ സെക്കൻഡറി എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഹയർ സെക്കൻഡറി എന്ന വാക്കിനോട് ചേർന്ന് വേറൊരു വാക്കുകൂടി ഇവിടെ ചേർന്നിരിക്കുകയാണ്, ഒക്കേഷണൽ ഹയർ സെക്കൻഡറി. വാട്ട് ഇസ് മീൻ ബൈ ഒക്കേഷൻ? ഒക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുന്നത്, ഓക്കുപ്പേഷൻ എന്ന് പറയുന്ന പോലെ ഒരു തൊഴിലാണ്. അപ്പോൾ ഈ വാക്ക് തന്നെ ഒരു കോമ്പിനേഷനാണ്, ഒക്കേഷൻ പ്ലസ് ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തൊഴിൽ പഠനവും കൂടെ 12ാം ക്ലാസ് പഠനവും. അതാണ് ഈ ഒക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ പ്രത്യേകത. അതിൻ്റെ ഒരു ജെനിസിസ്, ഉൽപ്പത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി എപ്പോഴും ഊന്നിപ്പറഞ്ഞൊരു കാര്യമുണ്ട്, വെറുതെ അക്കാഡമിക്കായി ബിരുദാനന്തര ബിരുദം അടക്കമുള്ള തിയററ്റിക്കൽ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ച് വിടുകയല്ല വേണ്ടത്. അവൻ അടിസ്ഥാനപരമായ എഴുതാനും വായിക്കാനും കണക്ക് കൂട്ടാനും ഒക്കെയുള്ള ഒരു ലിറ്ററസി കൊടുത്തതിന് ശേഷം അവൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിനും അതിനെ പച്ചപ്പാക്കുന്നതിനും അതിൽ സമൃദ്ധി നേടുന്നതിനും ആവശ്യമായ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ പരിശീലനങ്ങൾ നൽകി അവനെ സമൃദ്ധിയിലേക്ക് നയിക്കാൻ വേണ്ട വിദ്യാഭ്യാസമായിരിക്കണം നമ്മളുടേത് എന്ന ഒരാഗ്രഹം മഹാത്മാഗാന്ധി അക്കാലത്ത് തൊട്ട് തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ പലപ്പോഴായി നമ്മൾ ഈ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും നമ്മുടെ കരിക്കുലത്തിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണമാണ് വേണമെങ്കിൽ നമുക്ക് ഒക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന പ്രോഗ്രാം എന്ന് പറയാം. ഈ ഒക്കേഷണൽ ഹയർ സെക്കൻഡറി ഞാനിവിടെ സൂചിപ്പിച്ച് മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഹയർ സെക്കൻഡറി പോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ളതാണ്. ഈ അടുത്ത കാലത്ത് അവയെല്ലാം ഒരുമിപ്പിക്കുന്നതുമായി ചില തരത്തിലുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. എങ്കിലും നമ്മൾ അതിനെ പൊതുവെ പറഞ്ഞാൽ ഡയറക്ടറേറ്റ് ഓഫ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ഈ ഹയർ സെക്കൻഡറിയിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിങ് ആണ് ഇതിലേക്കായി കുട്ടികളുടെ പ്രവേശനം നടത്തുന്ന കാര്യങ്ങൾ നിശ്ചയിക്കുന്നതും അതുപോലെ പരീക്ഷ നടത്തുന്നതും അതിൻ്റെ വാല്യുവേഷനൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. വാല്യുവേഷനൊക്കെ ഹയർ സെക്കൻഡറിയുടെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെയും ഒന്ന് തന്നെയാണ്. അതിൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകളും ഏതാണ്ട് എല്ലാം ഒന്ന് തന്നെയാണ്. എങ്കിലും മറ്റ് ചില സാങ്കേതികമായ അഡ്മിനിസ്ട്രേറ്റീവ് ഡിഫറൻസ് അതിനകത്തുണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് കേരളത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉള്ളതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ധാരാളം നമുക്കില്ല. എയ്ഡഡ് മേഖലയിലും സർക്കാർ മേഖലയിലും അപൂർവം ചിലയിടങ്ങളിൽ അൺഎയ്ഡഡ് മേഖലയിലും മാത്രം നമുക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കാണാൻ കഴിയും. പക്ഷേ ഹയർ സെക്കൻഡറി കൂടുതലും ഗവൺമെൻറ് മേഖലയിലാണ്. അൺഎയ്ഡഡ് മേഖലയിലും ധാരാളമായ ഹയർ സെക്കൻഡറി പ്രോഗ്രാമുണ്ട്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രോഗ്രാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ വ്യത്യാസമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഹയർ സെക്കൻഡറിയെ കുറിച്ച് സംസാരിച്ച കൂട്ടത്തിൽ ഒരു ഹയർ സെക്കൻഡറി പഠനത്തിൽ നമുക്ക് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചാണ്. അതിൽ നമുക്ക് 6 അവേഴ്സ് അല്ലെങ്കിൽ 6 കൃത്യമായി പറഞ്ഞാൽ 6 പീരീഡുകളാണ് നമുക്ക് ഹയർ സെക്കൻഡറിയിലുള്ളത്. അതിൽ 2 ലാംഗ്വേജ് ആണ്. ഒന്ന് ഇംഗ്ലീഷ്, പിന്നെ ഒരു റീജിയണൽ ലാംഗ്വേജ്, അത് മലയാളമോ തമിഴോ കന്നഡയോ അല്ലെങ്കിൽ സാൻസ്ക്രിറ്റോ അറബിക്കോ പോലെയുള്ള ഏതെങ്കിലും ഒരു റീജിയണൽ ലാംഗ്വേജ് ആയിരുന്നു പഠിച്ചിരുന്നത്. ശേഷം നമ്മൾ അവിടെയും സയൻസ് ബാച്ച്, ഹ്യൂമാനിറ്റീസ് ബാച്ച്, കൊമേഴ്സ് ബാച്ച് എന്ന 3 ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു. ഇവിടെയും നമ്മൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും വരുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ചിത്രം. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം, ഹയർ സെക്കൻഡറിയിൽ 2 ലാംഗ്വേജ്, അത് ഒന്ന് ഇംഗ്ലീഷ് നിർബന്ധം, അത് എല്ലായിടത്തും ഉണ്ട്. പിന്നെ സ്കൂളുകളുടെ അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു രീതി അനുസരിച്ച്, അവരുടെ ഒരു ക്വാളിറ്റി അനുസരിച്ച് അവിടെ തമിഴാണോ അല്ലെങ്കിൽ അവിടെ കന്നഡയാണോ അവിടെ സാൻസ്ക്രിറ്റ് ആണോ അവിടെ അറബിക്കാണോ വേണ്ടത് എന്നൊക്കെ നിശ്ചയിച്ച് അത് പ്രകാരം നമ്മൾ കൊടുക്കുന്ന റീജിയണൽ ലാംഗ്വേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ വരുമ്പോൾ നമ്മൾ ഈ റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അവിടെ പഠിക്കുന്നില്ല. മീൻസ് ലാംഗ്വേജ് എന്ന് പറയുന്ന 1 മാത്രമേ ഉള്ളൂ, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജേ ഉള്ളൂ. അപ്പോൾ അവിടെ 2 ലാംഗ്വേജ് പേപ്പറിൻ്റെ സ്ഥാനത്ത് ഒരു ലാംഗ്വേജ് പേപ്പർ പഠിപ്പിക്കുമ്പോൾ ഒരു കുറച്ച് സമയം നമുക്ക് ലാഭം വരുമല്ലോ, ഒരു പീരീഡ് നമുക്ക് ലാഭം വരും. അങ്ങനെ ഒരു പീരീഡ് അവിടെ ലാഭം നിൽക്കട്ടെ. അടുത്തത് നമ്മൾ സബ്ജക്റ്റുകളിലേക്ക് പോവുകയാണ്.
ഹയർ സെക്കൻഡറി ഞാൻ പറഞ്ഞു, അത് സയൻസ് ബ്രാഞ്ച് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും നമുക്ക് 4 സബ്ജക്റ്റുകളുണ്ട്. ഇപ്പോൾ സയൻസിൽ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? ഇപ്പോൾ സയൻസ് ബ്രാഞ്ചിലെ ഫസ്റ്റ് കോമ്പിനേഷൻ ഇങ്ങനെയാണ്: ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജി. ദർ ആർ 4 സബ്ജക്ട്സ്. ഇവിടെ വരുമ്പോൾ എന്താണെന്നറിയാമോ? ഇവിടെ ഇതേ രൂപത്തിൽ തന്നെ സയൻസ് ബ്രാഞ്ചും ഹ്യൂമാനിറ്റീസും കൊമേഴ്സ് ബ്രാഞ്ചും ഉണ്ടെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ എത്തുമ്പോൾ ഈ സബ്ജക്റ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരും. ഇപ്പോൾ ആദ്യത്തെ കോമ്പിനേഷനായ സയൻസ് ബാച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുക ഒന്നുകിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് കിട്ടും, ബയോളജി കിട്ടില്ല. എന്ന് പറഞ്ഞാൽ 4 സബ്ജക്റ്റുകൾ അവിടെ ഉണ്ടാകില്ല. മറ്റൊരു കോമ്പിനേഷനിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കിട്ടും, നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് കിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറിയുടെ ഇതുപോലെ 4 സബ്ജക്റ്റുകളുടെ കോമ്പിനേഷൻ ഒരിക്കലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടില്ല. അഥവാ 3 സബ്ജക്റ്റുകളെ ഉണ്ടാകൂ. അപ്പൊ ആ 3 സബ്ജക്റ്റുകൾ ഉണ്ടാകുന്നത് കൊണ്ട് എന്താ, 4ാമത്തെ സബ്ജക്റ്റിന്റെ ഒരു പീരീഡും ബാക്കി വരും. അപ്പൊ 2 പീരീഡ് നമുക്ക് ബാക്കി വന്നു. എന്നാൽ റീജിയണൽ ലാംഗ്വേജ് ആയ മലയാളമോ തമിഴോ അല്ലെങ്കിൽ സാൻസ്ക്രിറ്റോ പഠിക്കുന്ന സമയം നമുക്ക് ലാഭം കിട്ടി. ഇവിടെ 4 സബ്ജക്റ്റ് പഠിക്കുന്നിടത്തിൽ 3 സബ്ജക്റ്റ് പഠിക്കുന്നതിന്റെ സമയം ലാഭം കിട്ടി. അങ്ങനെ 2 പീരീഡുകൾ നമുക്ക് ലാഭമുണ്ട്. ഈ 2 പീരീഡുകളിലേക്ക് ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഭിന്നമായി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ചെയ്യുന്നത് ഒരു ഇപ്പൊ ലാംഗ്വേജ് പഠിക്കുന്നതിന്റെ സ്ഥാനത്ത് ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ആ വരുന്ന ഫ്രീ ടൈമിൽ അല്ലെങ്കിൽ അതിൻ്റെ റീജിയണൽ ലാംഗ്വേജ് പഠിക്കാത്ത ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ സബ്ജക്റ്റാണ് പഠിപ്പിക്കുക. ഒരു വ്യവസായം എങ്ങനെ തുടങ്ങണം, ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെ തുടങ്ങണം, അതിൽ എന്തൊക്കെയാണ് തുടങ്ങേണ്ട ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, അത്തരം വിപുലങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് വളരെ ആധികാരികമായും എന്നാൽ പ്രാഥമികമായ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സ്കീമും ഒരു സിലബസും ഒക്കെയാണ് അതുമായി ബന്ധപ്പെടുത്തി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ റീജിയണൽ ലാംഗ്വേജിന്റെ സ്ഥാനത്ത് നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് പഠിക്കും. ഇനി ഇപ്പുറത്ത് ഞാൻ പറഞ്ഞ പോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ആൻ വൊക്കേഷൻ ആൻഡ് ഹയർ സെക്കൻഡറി. ഒരു തൊഴിൽ പരിശീലനവും 11-12 പഠനവുമാണ്. അപ്പൊ ഈ തൊഴിൽ പരിശീലനം എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വ്യത്യസ്തങ്ങളായ കുറേ തൊഴിലുകളിൽ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നതിനായി കൃത്യമായി അത് എൻലിസ്റ്റ് ചെയ്ത് വളരെ വ്യക്തമായ പ്ലാനിങ്ങോടെയും വളരെ വ്യക്തമായ ഒരു അക്കാഡമിക് ഫ്രെയിംവർക്കോട് കൂടി ചെയ്തിട്ടുള്ളതാണ്. ഈ 2 വർഷക്കാലം കൊണ്ട് ഏതാണോ നമ്മളുടെ പഠിക്കുന്ന സ്കൂള് തിരഞ്ഞെടുത്തിട്ടുള്ള വൊക്കേഷൻ, ആ വൊക്കേഷനിൽ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു മികവോടെയുള്ള ഒരു സർട്ടിഫിക്കേഷൻ കൂടി കിട്ടും. ആ സ്കൂൾ തിരഞ്ഞെടുത്തിട്ടുള്ള 1, 2, 3 ഇത്തരത്തിലുള്ള വൊക്കേഷണൽ പേപ്പറുകൾ കാണും. ആ വൊക്കേഷണൽ പേപ്പറുകൾ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പഠിക്കും. അപ്പോൾ 4 സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് 3 സബ്ജക്റ്റും പഠിച്ച് ഒരു വൊക്കേഷണൽ പേപ്പറും കൂടെ പഠിക്കും. അപ്പോൾ ഒരു വൊക്കേഷണൽ പേപ്പർ നിങ്ങൾ 12ാം ക്ലാസ് ജയിച്ചു കഴിയുമ്പോൾ ഹയർ സെക്കൻഡറിക്കാരിൽ നിന്ന് ഭിന്നമായി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്കാരന് മികവായി ലയിക്കുന്ന മെറിറ്റായി ലഭിക്കുന്ന ഒരു കാര്യം, 12ാം ക്ലാസ് വെച്ച് എല്ലാത്തരം പ്രോഗ്രാമും പഠിക്കാം. കാരണം നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും പഠിച്ചിട്ടുള്ളതുകൊണ്ട് എഞ്ചിനീയറിംഗ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. മറ്റൊരു ബ്രാഞ്ചിൽ നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ആണെങ്കിൽ ലൈഫ് സയൻസ് റിലേറ്റഡ് ആയ പ്രോഗ്രാം പഠിക്കാം. ദർ ഇസ് നോ ബാർ. യു ക്യാൻ കണ്ടിന്യൂ യുവർ സ്റ്റഡി ഇൻ എനി സയൻസ് ഓർ ഹ്യൂമാനിറ്റീസ് ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി. ഒരു പ്രശ്നമില്ല. എന്ന് പറഞ്ഞാൽ 12ാം ക്ലാസ്സുകാരൻ ചെയ്യുന്ന എല്ലാം ചെയ്യാം. എന്നാൽ 12ാം ക്ലാസ്സുകാരന് വെച്ചാൽ ഹയർ സെക്കൻഡറിക്കാരന് ലഭിക്കാത്ത ഒരു സാധനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ സാധനത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു തൊഴിൽ പരിശീലനം കൂടി ലഭിച്ചു. അഥവാ ഒരു വൊക്കേഷണൽ പേപ്പറിലുള്ള പരിശീലനം. ഏകദേശം ഒരു നമ്മൾ പറയുകയാണ് നമ്മുടെ ഒരു ITIക്കൊക്കെ തുല്യമായ ഒരു വൊക്കേഷൻ പേപ്പർ കൂടി ലഭിക്കുന്നു എന്നതിനാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വേണമെങ്കിൽ കുറച്ചുകൂടി ഞാൻ ലളിതവൽക്കരിച്ച് പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ പറ്റും: 12ാം ക്ലാസ് വിത്ത് ആൻ ITI സർട്ടിഫിക്കറ്റ്. ഇതാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നമ്മുടെ മുൻപിൽ വെക്കുന്ന ഒരു പോസിറ്റീവായൊരു കാര്യം. ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും ഇടുക്കി പോലെയൊക്കെയുള്ള പ്രദേശങ്ങൾ പൊതുവെ പരമ്പരാഗതമായി ധാരാളം ആളുകൾ ഉപയോഗിക്കാൻ താല്പര്യം കാണിക്കാത്ത, വലിയ തൊഴിലവസരങ്ങളൊന്നും ലഭിക്കാൻ കഴിയാത്ത പല വൊക്കേഷണൽ പേപ്പറുകളുമാണ് പഠിപ്പിക്കുക. എന്നാൽ സർക്കാരിൻ്റെ ലിസ്റ്റ് ഓഫ് വൊക്കേഷണൽ പേപ്പറുകളിൽ വളരെ തൊഴിൽ സാധ്യതയുള്ള ധാരാളം വൊക്കേഷണൽ പേപ്പറുകളുണ്ട്. അത് കൃത്യമായി ചെയ്യുന്നില്ല എന്നതുകൊണ്ട് പലപ്പോഴും അത് നമുക്ക് ഒത്തിരി പ്രയോജനപ്രദമാകാത്ത സാഹചര്യമുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഡിഫക്റ്റ്. മറ്റൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് 4 പേപ്പർ ആയതുകൊണ്ട്, ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ സയൻസ് ബാച്ച് പഠിച്ചപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി ഈ 4 പേപ്പർ ഉള്ളത് കൊണ്ട് ഒരു സയൻസ് ബ്രാഞ്ചിൽ ഞാൻ ഈ പറഞ്ഞ ബയോമാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവന്
ഏത് എഞ്ചിനീയറിംഗ് വിഷയങ്ങളും പഠിക്കാം. മാത്തമാറ്റിക്സ് ഉള്ളതുകൊണ്ട്, ഇപ്പുറത്തെ ലൈഫ് സയൻസ് ഉള്ളതുകൊണ്ട് അവൻ ഏത് ലൈഫ് സയൻസ് വിഷയങ്ങളും പഠിക്കാം. അപ്പോൾ ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്നതുപോലെ ഒറ്റ കോമ്പിനേഷനിലൂടെ എല്ലാ പേപ്പറും പഠിക്കാമെന്ന ഒരവസരം ഇവിടെ നിഷേധിക്കപ്പെടും. കാരണം ഒന്നുകിൽ മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബയോളജി, ലൈഫ് സയൻസ്. ഈ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഇവർ തമ്മിലുള്ളൂ. ഇത് നിങ്ങളുടെ താല്പര്യാർത്ഥം ഒന്നുകിൽ ഹയർ സെക്കൻഡറിയിലേക്കോ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ നിങ്ങൾക്ക് കടക്കാവുന്നതാണ്. പുത്തൻ വിദ്യാഭ്യാസ പ്രോഗ്രാം പരിചയപ്പെടുത്തുന്നു. കരിയർ ജാലകം. ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. ഒരേ സ്ഥലത്ത് പഠിക്കാം. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, PSC കോച്ചിംഗ്, ജർമ്മൻ ലാംഗ്വേജ്, സ്പോക്കൺ ഇംഗ്ലീഷ്, 4 കോഴ്സുകൾ ഒരു കോഴ്സിന്റെ ഫീസിൽ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനവും കരിയർ ഗൈഡൻസും ഉൾപ്പെട്ട ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ആദ്യ ചുവട് ഇന്ന് തന്നെ തുടങ്ങും. Your dream, our mission. Build your future with us. DM now. Online and offline classes available. Global Institute of Abroad Studies, near Head Post Office, Shakina Complex, Todupuzha.